സ്നേഹിതരെ, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് കേവലം നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു വചനം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരും വിവിധ അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ തനക്കുള്ള കുടുംബത്തിലുള്ള വ്യക്തികൾ ആയിരിക്കാം, താൻ സ്നേഹിക്കുന്നവർക്കായിരിക്കാം, അല്ലെ നിങ്ങൾ കടന്നു പോകുന്ന ജോലി സ്ഥലത്ത്, അല്ലെ ബിസിനസ്, മറ്റ് ഏത് സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് ഹൃദയത്തിലെ വേദന, ഹൃദയത്തിലെ പലവിധമായ വിഷമങ്ങൾ കൊണ്ട് പലപ്പോഴും മനുഷ്യര് വേദന അനുഭവിക്കാറുണ്ട്. ഹൃദയം നിറഞ്ഞ് കരയുന്ന അവസ്ഥകൾ പലപ്പോഴും നാം കടന്നു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്ന് പറഞ്ഞ നാം അധികം സ്നേഹിക്കുന്നവര് നമ്മളെ തള്ളിക്കളയാറുണ്ട്. നാം അധികം സ്നേഹിക്കുന്നവര് ഒരു പക്ഷെ നമ്മൾ അനുസരിക്കാതെ ഉള്ള സമയം സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ കണ്ടപ്പം വളരെ വേദനയോടെ കരയുന്ന അനേക അമ്മമാരുണ്ട്. മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ പലപ്പോൾ അതേ അവസ്ഥയിലോ എല്ലാ കുടുംബങ്ങളിലും കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാ ദിവസങ്ങളും വാർത്തകൾ കാണുമ്പോൾ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുന്നു. മാതാപിതാക്കൾ അനുസരിക്കാതെ, പറഞ്ഞത് കേൾക്കാതെ, സ്വന്തം ഇഷ്ടം കൊണ്ട് നടക്കുന്ന ഒരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളത്. അവരെ കണ്ട് ഹൃദയം നിരിഞ്ഞ അവസ്ഥയില് അനേക കുടുംബങ്ങൾ കടന്നു പോകുന്നു. അതുമാത്രമല്ല, രോഗങ്ങളാൽ, ഭാരങ്ങളാൽ, കടവ് ബാധ്യതകളാൽ, സാമ്പത്തിക പ്രശ്നങ്ങളാൽ അനുദിനം അവരുടെ ജീവിതത്തിൽ അനേക വ്യക്തികള് തകർന്ന അവസ്ഥയില്, ഹൃദയം നിരിഞ്ഞ അവസ്ഥയില് കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ഉള്ള വ്യക്തികളിനാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം അധികം സ്നേഹിക്കുന്നു, അവർക്ക് സമീപസ്ഥനായിരിക്കുന്നു. അതുമാത്രമല്ല, അടുത്ത നമ്മൾ വായിച്ചത് മനസ്സ് തകർന്നവരെ അവന് രക്ഷിക്കുന്നു. രക്ഷിക്കുന്നവർ ദൈവമാണ്, ഈ കർത്താവായ യേശു ക്രിസ്തു. പല സന്ദർഭങ്ങളില് ദൈവത്തെ അന്വേഷിച്ച് നാം അനേക സ്ഥലങ്ങളിലോ നടക്കാറുണ്ട്.